തീർച്ചയായും നമുക്കൊപ്പം ആദിൽ കൂടി ചേരുകയാണ്. ആദിൽ, SFI ശക്തമായ ഭാഷയിൽ തന്നെ ഇന്നിപ്പോൾ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ നോക്കൂ, ആ അമ്മാവൻ വിശ്വംഭരൻ നമ്മളോട് സംസാരിച്ചു. SFIയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് നിതിൻ എന്ന് പറഞ്ഞു. നമ്മളെ കലാലയങ്ങളിൽ ഒക്കെയും അല്ലെങ്കിൽ ഇങ്ങനെ വിദ്യാർത്ഥികൾ ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നു, ആ ഘട്ടങ്ങളിലൊന്നും ഇടപെടലുകൾ നടത്തുന്നില്ല. ഈ നിതിനും വലിയ രീതിയിൽ റാഗിങ്ങിനിരയായി. അത് വീട്ടുകാരെ അറിയിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നിതിൻ തന്നെ വീട്ടിൽ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം തുടർച്ചയായി അധ്യാപകരിൽ നിന്നുണ്ടാകുന്ന ഈ അനുഭവം അത് പങ്കുവെക്കേണ്ടവരോടൊക്കെ പറയുന്നു, പരാതി നൽകുന്നു. ആ പരാതി പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇടപെടലുകൾ ഉണ്ടാകാതെ പോകുന്നത്? സംരക്ഷിക്കാനായില്ല ആർക്കും എന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയല്ലേ? ചെറുത്തുനിൽപ്പ് അതിൻ്റെ മാക്സിമം നിതിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ നിതിൻ്റെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ പറയുന്നതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കലാലയങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഇപ്പോ നമുക്കറിയാം, നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ ഏറ്റവും വിദ്യ പകർന്നു നൽകേണ്ട കലാലയങ്ങളിൽ തന്നെ വിദ്യാർത്ഥികളുടെ ഘാതകരാകുന്ന കേന്ദ്രങ്ങളായി മാറുന്നത് തീർത്തും നമ്മുടെ നാടിന്റെയും സംസ്ഥാനത്തിന്റെയും എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് നേടിയിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ പുറകോട്ട് വലിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പൊ ഇവിടെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിനകത്ത് നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി നേരിട്ടിട്ടുള്ള സമാനതകളില്ലാത്ത പീഡനങ്ങളെ കുറിച്ച് ആ വിദ്യാർത്ഥിയുടെ തന്നെ വോയിസുകളും മുഴുവൻ നമ്മളിപ്പോ ഒന്ന് കേരളം മുഴുവൻ കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തന്റെ അധ്യാപകന്റെ ഭാഗത്തു നിന്ന്, ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിട്ടുള്ള റാം എന്ന് പറയുന്ന അധ്യാപകൻ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി ഏറ്റുവാങ്ങേണ്ട ഒരു സ്ഥിതി വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സ്റ്റാഫ് റൂമിൽ ഉൾപ്പെടെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കാണ് ഇരയാക്കപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത്. തീർത്തും ഒരു വിദ്യാർത്ഥിയോട് അധ്യാപകൻ പറയാൻ പാടില്ലാത്ത ഭാഷയിൽ ജാതി വെറിയുടെയും അതുപോലെ തന്നെ വിദ്വേഷത്തിന്റെയും എല്ലാം വാക്കുകൾ ഊന്നിക്കൊണ്ടുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാക്ഷിയെ, ഒരു വിദ്യാർത്ഥിയുടെ ആത്മധൈര്യത്തെ ചോർത്തിക്കളയുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനമാണ് ആ ഡെന്റൽ കോളേജിലെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. തീർച്ചയായും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് നിതിൻ രാജിന്റെ വീട്ടിൽ പോയി പറഞ്ഞത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്നുള്ളതാണ്. കേവലം ഒരു ആത്മഹത്യയാണെന്ന് ഒതുക്കി തീർക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന് തന്നെയാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്, പ്രത്യേകിച്ച് പ്രൈവറ്റ് കോളേജുകൾക്കകത്ത് വിദ്യാർത്ഥികളുടെ സംഘം ചേരുന്നതിനോ അവർക്ക് കൂടിയിരിക്കുന്നതിനോ ഇടങ്ങൾ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് നമ്മൾ വളരെ മുന്നക്കാലം മുതൽ തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് ഇടങ്ങളില്ലാതാവുക, വിദ്യാർത്ഥികൾക്ക് കൂടിച്ചേർന്നിരിക്കാനുള്ള വേദികൾ ഇല്ലാതാവുക, അവരുടെ ആവശ്യങ്ങൾ തുറന്നു സംസാരിക്കാൻ കഴിയാതിരിക്കുക, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അനുവദിക്കാതിരിക്കുക, വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അവർക്ക് അവകാശങ്ങൾ ചോദിക്കാൻ കഴിയാതിരിക്കുക. ഇത്തരത്തിൽ വിദ്യാർത്ഥിത്വം എന്ന് പറയുന്നത് സമരസപ്പെട്ടു പോകേണ്ട, അല്ലെങ്കിൽ അധ്യാപകർക്കും മാനേജ്മെന്റിനും മുന്നിൽ കീഴടങ്ങിപ്പോകേണ്ട ഒരു വിഭാഗം ആളുകളാണ് എന്ന് ബോധപൂർവം ഇത്തരത്തിൽ പ്രൈവറ്റ് കോളേജുകളിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയുടെ, പക്ഷേ അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജാഗ്രത ഉണ്ടാവേണ്ടതില്ലേ? അതിൽ ഇത് നോക്കൂ, ഈ കോളേജ് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ധർമ്മടം മണ്ഡലത്തിനുള്ളിലാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ കോളേജ് പ്രവർത്തിക്കുന്നത്. അവിടെ ഒരു വിദ്യാർത്ഥിക്ക് നിരന്തരം കഴിഞ്ഞ സെപ്റ്റംബറിൽ അഡ്മിഷൻ എടുത്തത് മുതൽ ഇന്ന് വരെ അതിനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന മെനഞ്ഞാന്ന് വരെ അതിനനുഭവിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ആ കുടുംബം എങ്ങനെയുള്ള കുടുംബമാണ് എന്നത് അമ്മാവൻ ഇവിടെ വിശദീകരിച്ചതാണല്ലോ. നമുക്ക് ഒരിടപെടലും നടത്താൻ പറ്റാതെ പോവുകയാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറയുന്നു, സിദ്ധാർത്ഥിനുണ്ടായ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അന്ന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ആ തെറ്റ് ചെയ്യുന്നവർക്ക് എന്ത് ശിക്ഷ കിട്ടുന്നു എന്നത് വളരെ പ്രധാനമാണല്ലോ. അങ്ങനെ ഒരു ശിക്ഷ ഉറപ്പാക്കാനായാൽ ആ സമാനമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ പിൻവലിയുമല്ലോ. അതുണ്ടായില്ല. അപ്പോൾ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എങ്ങോട്ടാണ്? തീർച്ചയായിട്ടും ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആ ക്യാമ്പസ് ഏത് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് ഇത് പൊതുവിൽ നമുക്കറിയാം, രാജ്യത്തൊട്ടാകെ പ്രൈവറ്റ് കോളേജുകൾക്കകത്ത്, സ്വകാര്യ മാനേജ്മെന്റുകളുടെ സ്ഥാപനങ്ങൾക്കകത്ത്
വിദ്യാർത്ഥികൾക്ക് സംഘടനാ പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികൾക്കൊന്നും കൂടിച്ചേരാനുള്ള ഇടങ്ങൾ പോലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം, കലാലയങ്ങൾ, ക്യാമ്പസ് ജീവിതങ്ങൾ ഇതെല്ലാം നമുക്ക് പകർന്നു തരുന്നത് ഒരു കൂട്ടായ്മയുടെയും ഒരു സർഗാത്മക ആവിഷ്കാരങ്ങളുടെയൊക്കെ ഇടങ്ങളായിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത്തരം പ്രൈവറ്റ് ക്യാമ്പസുകൾക്കകത്ത് ഒരു ഇടപെടലുകളും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മേൽപ്പറഞ്ഞ ഈ അഞ്ചരക്കണ്ടിയിൽ ഈ ഡെന്റൽ കോളേജിനകത്ത് ഉൾപ്പെടെ ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരെങ്കിലും ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ നോട്ടീസ് ബോർഡിൽ പരസ്യമായി ആ വിദ്യാർത്ഥികളുടെ പേര് എഴുതി വെക്കുക, ഇത്തരത്തിൽ ആരുടെയെങ്കിലും കൂടെ ഒന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ ശബ്ദിച്ചാൽ ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുക, ഇത്തരത്തിലുള്ള സമീപനങ്ങളാണ് ഈ പ്രൈവറ്റ് കോളേജുകളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അവന്റെ ദുരിതങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ യഥാർത്ഥം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ, നടപടികൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് SFI എന്നുള്ള നിലയിൽ നമ്മൾ സ്വീകരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ അടുത്താണ് ഇപ്പൊ രോഹിത് വെമുലയുടെ ആത്മഹത്യ തുടർന്നുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം UGC ഒരു പുതിയ റെഗുലേഷൻ തന്നെ പുറപ്പെടുവിക്കുന്ന സ്ഥിതി ഉണ്ടായി. പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സർവകലാശാലകളിലെ, ക്യാമ്പസുകളിലെ, ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലെ ജാതി വിവേചനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും അതിനെതിരായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള പുതിയ റെഗുലേഷൻ തന്നെ പുറത്തിറക്കുകയുണ്ടായി. പക്ഷെ എന്താണ് നമ്മൾ രാജ്യത്തുടനീളം കണ്ടത്? ഇതിന്റെ എതിരായിക്കൊണ്ടുള്ള വലിയ ഉന്നത ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ എല്ലാം പ്രതിഷേധങ്ങളെ തുടർന്ന് ആ റെഗുലേഷൻ നടപ്പാക്കാതിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് രാജ്യത്തുടനീളം ഇപ്പൊ പ്രധാനപ്പെട്ട IIT-കളായാലും NIT-കളായാലും ഒക്കെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 100-ലധികം വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം, അവന്റെ ആവിഷ്കാരങ്ങളെ കുറിച്ച് നമുക്ക് തുറന്നു പറയാനുള്ള വേദികൾ ഉണ്ടാകണം. ആരെയും ഭയപ്പെടാതെ വിദ്യാർത്ഥികൾക്ക് കൂടിച്ചേരാനും ഒരു കൂട്ടായ്മയുടെ ഭാഗമായി, ഒരു സംഘടനാ ശേഷിയുടെ ഭാഗമായി അവന്റെ ആവശ്യങ്ങൾ തുറന്നു പറയാനുള്ള വേദികൾ ക്യാമ്പസിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത്തരം വേദികളെ നിരുത്സാഹപ്പെടുത്തുന്ന എല്ലാ കേന്ദ്രങ്ങൾക്കെതിരെയും ഒറ്റക്കെട്ടായി സമൂഹം അണിനിരക്കൽ അനിവാര്യമാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഉൾപ്പെടെ ക്യാമ്പസുകളിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ നമുക്ക് വിദ്യാർത്ഥികളെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന പ്രവണതകൾക്കെതിരെ ഒറ്റക്കെട്ടായി തന്നെ നമുക്ക് ക്യാമ്പസുകളിൽ ചെറുത്തുനിൽപ്പ് നടത്താൻ വേണ്ടി കഴിയും. എന്തായാലും ജാതീയ വിവേചനങ്ങൾ തടയാൻ ശക്തമായ നിയമം വേണം, രോഹിത് വെമുല നിയമം കൊണ്ടുവരും എന്നതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ പോലും ഉള്ള നിയമങ്ങൾക്കുള്ളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലേ? ഈ നൂറ്റാണ്ടിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് നിയമം കൊണ്ടുവരാത്തത് കൊണ്ടാണോ എന്നൊരു സംശയം ബാക്കിയാണ്. ശ്രീ TS ശ്യാംകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ TS, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.